ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം ഏത് രാജ്യത്തിനാണ് എന്ന ചോദ്യം പതിറ്റാണ്ടുകളായി മനുഷ്യരെ ആകർഷിക്കുന്ന ഒരു വിഷയമാണ്. ഈ ചോദ്യത്തിന് ലളിതമായ ഒരു ഉത്തരമില്ല. കാരണം സൈനിക ശക്തി എന്നത് വെറും സൈനികരുടെ എണ്ണം, ആ ഒരു എണ്ണം കണക്കാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ടാങ്കറുകളുടെ എണ്ണമോ യുദ്ധവിമാനങ്ങളുടെ ശേഷിയോ മാത്രം നിർണ്ണയിക്കപ്പെടുന്ന ഒന്നല്ല. ഒരു രാജ്യത്തിന്റെ പ്രതിരോധ സാങ്കേതിക വിദ്യ, സാമ്പത്തിക ശേഷി, യുദ്ധസമയത്ത് സേനയെ വേഗത്തിൽ വികസിപ്പിക്കാനുള്ള കഴിവ്, രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ, ആണവായുധ ശേഖരം, സമുദ്ര നിയന്ത്രണ ശേഷി, കൂടാതെ സൈബർ യുദ്ധ സാമർഥ്യം, സഖ്യബന്ധങ്ങൾ, ഭൗമരാഷ്ട്രീയ സ്വാധീനം എന്നിവയെല്ലാം ചേർന്നതാണ് യഥാർത്ഥ സൈനിക ശക്തി രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തനെന്ന വിലയിരുത്തൽ പല മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇന്നത്തെ ലോകക്രമത്തിൽ അമേരിക്കയെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയായി പല അന്താരാഷ്ട്ര റാങ്കിങ്ങുകളും കണക്കാക്കുന്നുണ്ട്. അതിന് പ്രധാന കാരണം അതിന്റെ വമ്പിച്ച പ്രതിരോധ ബഡ്ജറ്റാണ്. ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളെയും അപേക്ഷിച്ച് വളരെ കൂടുതലായാണ് അമേരിക്ക പ്രതിവർഷം പ്രതിരോധത്തിനായി ചെലവഴിക്കുന്നത്. ആധുനിക യുദ്ധവിമാനങ്ങൾ, വിമാനവാഹിനി കപ്പലുകൾ, ആഗോളതലത്തിൽ വിന്യസിച്ചിരിക്കുന്ന സൈനിക താവളങ്ങൾ, ഉപഗ്രഹ നിരീക്ഷണ സംവിധാനങ്ങൾ, ആണവായുധ ശേഖരം, അതിവേഗ പ്രതികരണ സേന എന്നിവ അമേരിക്കയെ മറ്റാരും എളുപ്പത്തിൽ വെല്ലുവിളിക്കാത്ത ഒരു ശക്തിയായി മാറ്റുന്നുണ്ട്. അമേരിക്കയുടെ സൈനിക ശക്തി സ്വന്തം അതിർത്തികളിൽ ഒതുങ്ങുന്നില്ല. ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും മണിക്കൂറുകൾക്കുള്ളിൽ സൈനിക ശക്തി വിന്യസിക്കാൻ കഴിയുന്നതാണ് അതിന്റെ വലിയ പ്രത്യേകത. അമേരിക്കയ്ക്ക് പിന്നാലെ പലപ്പോഴും റഷ്യയും ചൈനയും മുൻനിര ശക്തികളായി വിലയിരുത്തപ്പെടുന്നുണ്ട്. റഷ്യയുടെ പ്രധാന കരുത്ത് അതിന്റെ വമ്പിച്ച ആണവായുധ ശേഖരവും വലിയ കരസേനയും വിശാലമായ ഭൂവിസ്തൃതിയുമാണ്. ടാങ്കറുകൾ, മിസൈൽ സംവിധാനങ്ങൾ, ദീർഘദൂര ആക്രമണ ശേഷി, കൂടാതെ ആർട്ടിലറി ശക്തി എന്നിവയിൽ റഷ്യ ഏറെക്കാലമായി ശക്തമായ സ്ഥാനമാണ് കൈവരിച്ചിരിക്കുന്നത്. യുക്രൈൻ യുദ്ധം റഷ്യയുടെ ശക്തിയും പരിമിതികളും ഒരുപോലെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയിരിക്കെങ്കിലും ആണവ ശക്തിയായി റഷ്യ ഇന്നും നിർണായക സ്ഥാനത്താണ്. ചൈനയുടെ ഉയർച്ച കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളിൽ ലോകം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച സൈനിക സംഭവ വികാസങ്ങളിലൊന്നാണ്. വൻ ജനസംഖ്യ, കൂടാതെ വളരുന്ന സമ്പദ് വ്യവസ്ഥ, സ്വദേശീയ സാങ്കേതിക വികസനം, അതിവേഗ നാവിക വികസനം, കൂടാതെ ഹൈപ്പർസോണിക് മിസൈൽ പദ്ധതികൾ, സൈബർ യുദ്ധ സാമർഥ്യം എന്നിവ ചൈനയെ അമേരിക്കയുടെ പ്രധാന എതിരാളിയായി ഉയർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ദക്ഷിണ ചൈന കടലിലും ഇൻഡോ പസഫിക് മേഖലയിലും ചൈനയുടെ സൈനിക സാന്നിധ്യം ശക്തമാകുന്നത് ഭാവിയിലെ ആഗോള ശക്തി സമവാക്യത്തെ തന്നെ സ്വാധീനിക്കാനിടയുണ്ട്. ഇന്ത്യയും ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ശക്തികളിലൊന്നായി മാറിയിരിക്കുകയാണ്. വൻ ജനസംഖ്യ, വലിയ സജീവ സൈനിക ശക്തി, ആണവായുധ ശേഷി, കൂടാതെ സ്വദേശീയ പ്രതിരോധ നിർമ്മാണം, ബഹിരാകാശ മിസൈൽ സാങ്കേതിക വിദ്യ, തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രവും അതോടൊപ്പം തന്നെ ഭൂമിശാസ്ത്ര സ്ഥാനം എന്നിവ ഇന്ത്യയെ ശക്തമായ പ്രതിരോധ രാജ്യമായി മാറ്റുന്നുണ്ട്. കൂടാതെ കര, നാവിക, വ്യോമ സേനകളെ സമാന്തരമായി നവീകരിക്കുന്ന ഇന്ത്യ ഇൻഡോ പസഫിക് മേഖലയിലെ നിർണായക ശക്തിയായാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയുടെ സുരക്ഷയും കൂടാതെ അതിർത്തി സുരക്ഷാ വെല്ലുവിളികളും ഇന്ത്യയുടെ സൈനിക നയത്തെ കൂടുതൽ സജീവമാക്കുന്നുണ്ട്. മധ്യപൂർവേഷ്യയിലെ രാജ്യങ്ങളായ ഇസ്രയേൽ, ഇറാൻ, സൗദി അറേബ്യ എന്നിവയും തങ്ങളുടെ മേഖലയിലെ ശക്തമായ സൈനിക ശക്തികളാണ്. ഇസ്രയേൽ ചെറിയ രാജ്യമാണെങ്കിലും ആധുനിക സാങ്കേതിക വിദ്യ, വ്യോമശക്തി, മിസൈൽ പ്രതിരോധ സംവിധാനം, നിർബന്ധിത സൈനിക സേവനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വലിയ പ്രതിരോധ ശേഷി നിലനിർത്തുന്നു. ഇറാൻ പരമ്പരാഗത ശക്തിയേക്കാൾ അസംവിധ യുദ്ധരീതികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച രാജ്യമാണ്. ഡ്രോണുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, പ്രോക്സി നെറ്റ്വർക്കുകൾ, നാവിക തടസ്സശേഷി എന്നിവയാണ് അതിന്റെ പ്രധാന കരുത്ത്. സൗദി അറേബ്യ വമ്പിച്ച പ്രതിരോധ ചെലവുകളും ആധുനിക പാശ്ചാത്യ ആയുധങ്ങളും ഉപയോഗിച്ച് ശക്തമായ ഒരു സൈനിക സാന്നിധ്യം നിലനിർത്തുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളായ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, പോളണ്ട് തുടങ്ങിയവയും നാറ്റോ സഖ്യത്തിന്റെ ഭാഗമായതിനാൽ വലിയ സൈനിക സ്വാധീനമുള്ളവരാണ്. ഇവയിൽ ചില രാജ്യങ്ങൾക്ക് ആണവായുധ ശേഷിയുണ്ട്, ചിലർക്കോ അത്യാധുനിക നാവിക വ്യോമ സംവിധാനങ്ങൾ വരെയുണ്ട്. യൂറോപ്പിലെ യുദ്ധ സാഹചര്യങ്ങൾ വീണ്ടും ഉയർന്നതോടെ പ്രതിരോധ ചെലവുകളും സൈനിക നവീകരണവും വർദ്ധിച്ചിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൈനിക ശക്തി കണക്കാക്കുന്നത് കണക്കുകൾ കൊണ്ട് മാത്രം സാധ്യമല്ല. ചില രാജ്യങ്ങൾക്ക് വമ്പിച്ച സൈനികമുണ്ടാകാം, പക്ഷേ യുദ്ധപരിചയം കുറവായിരിക്കാം. ചിലർക്കോ ചെറിയ സൈന്യമുണ്ടെങ്കിലും അത്യാധുനിക സൈനിക വിദ്യയും മികച്ച പരിശീലനവും ഉണ്ടായിരിക്കാം. മറ്റു ചില രാജ്യങ്ങൾക്ക് ശക്തമായ സൈനിക ബന്ധങ്ങളാണ് യഥാർത്ഥ കരുത്ത്.
ഉദാഹരണത്തിന് നാറ്റോ അംഗത്വം ചില രാജ്യങ്ങൾക്ക് സ്വന്തം സൈനിക വലുപ്പത്തേക്കാൾ വലിയ സുരക്ഷ നൽകുന്നുണ്ട്. ഇന്നത്തെ യുദ്ധങ്ങൾ പഴയ രീതിയിലുള്ളതല്ല. ഇനി ടാങ്കുകളും സൈനികരും മാത്രം പോരാ. സൈബർ ആക്രമണങ്ങൾ, ഡ്രോൺ യുദ്ധം, ഉപഗ്രഹ നിയന്ത്രണം, കൂടാതെ വിവരയുദ്ധം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സാമ്പത്തിക ഉപരോധങ്ങൾ, വിതരണ ശൃംഖല തകർക്കൽ തുടങ്ങിയ പുതിയ മേഖലകളിലാണ് ഭാവിയിലെ പോരാട്ടങ്ങൾ നടക്കുന്നത്. അതിനാൽ നാളെയുടെ ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം ഇന്ന് ഏറ്റവും കൂടുതൽ ടാങ്കുകളുള്ള രാജ്യമാണ്. അങ്ങനെ ആയിത്തീരണമെന്നില്ല. ഏറ്റവും വേഗത്തിൽ പഠിച്ചു മാറാൻ കഴിയുന്ന രാജ്യമായിരിക്കണം. അവസാനം പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം എന്ന പദവി ഇപ്പോൾ അമേരിക്കയ്ക്കാണെന്ന് പല വിലയിരുത്തലുകളും സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ റഷ്യ, ചൈന, ഇന്ത്യ, യൂറോപ്യൻ ശക്തികൾ, മധ്യപൂർവേഷ്യൻ ശക്തികൾ എന്നിവയൊക്കെ ചേർന്ന് വലിയ സങ്കീർണമായ ഒരു ശക്തി സമവാക്യമാണ് ഇന്നുള്ളത്. യഥാർത്ഥ വിജയം യുദ്ധം ജയിക്കുന്നതിലല്ല, യുദ്ധം ഒഴിവാക്കാൻ കഴിയുന്നതിലാണ് ഒരു യഥാർത്ഥ വിജയമായി മാറുന്നത്. അതുകൊണ്ട് തന്നെ സൈനിക ശക്തിയെക്കുറിച്ചുള്ള ഈ ചർച്ചയുടെ ഏറ്റവും വലിയ പാഠം ഇതാണ്. ഏറ്റവും ശക്തനായ രാജ്യം ആരാണ് എന്നതിലുപരി ആ ശക്തി എങ്ങനെ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നതാണ് ലോകത്തിന്റെ ഭാവിയെ തന്നെ തീരുമാനിക്കുന്നത്.